നമസ്കാരം. എൻ്റെ പേര് അമൃത. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. രാമായണത്തിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ അത് കൗസല്യ ദേവിയാണ്. എന്തെന്നാൽ ഭാരത സംസ്കാരം എന്നും സ്ത്രീകളെ ബഹുമാനിക്കാനാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹം ഇന്ന് എന്തെല്ലാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ പൂർവികർ സ്ത്രീകളെ എങ്ങനെ ബഹുമാനിച്ചിരുന്നു എന്നത് സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് പുരുഷന്മാരോടൊപ്പം തുല്യത ഇന്ന് സ്ത്രീകൾക്ക് വന്നത്. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം കുടുംബത്തിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നു. അതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് അമ്മയാണ്. ഒരമ്മ എങ്ങനെയായിരിക്കണമെന്ന് രാമായണത്തിലെ കൗസല്യ ദേവി നമ്മെ പഠിപ്പിക്കുന്നു. ശ്രീരാമനോടൊപ്പം വനവാസത്തിനായി പോകാൻ ഒരുങ്ങി നിന്ന ലക്ഷ്മണനോട് രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യമടവ്യം വിദ്ധി ഗച്ഛതാദയഥാസുഖം എന്ന് പറയാൻ സുമിത്രയിലെ അമ്മയെ പ്രാപ്തയാക്കിയത് കൗസല്യ മാതാവിലെ മാതൃത്വത്തെ സുമിത്ര പിന്തുടർന്നതിനാലാണ്. രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകവും ഇതുതന്നെയാണ്. വനവാസത്തിനായി ശ്രീരാമനോടൊപ്പം പോവാൻ ഒരുങ്ങി നിന്ന ലക്ഷ്മണനോട് സുമിത്രാദേവി പറയുകയാണ് രാമനെ ദശരഥനായി കാണണമെന്നും സീതയെ അമ്മയായി കാണണമെന്നും കാടിനെ അയോധ്യയായി കാണണമെന്നും. ഒരു സ്ത്രീയെ മാനിക്കുന്നവനായി ഒരു പുരുഷൻ മാറണമെങ്കിൽ അവനെ പഠിപ്പിക്കുന്ന ഒരമ്മയെ അവന് ലഭിക്കണം. ശ്രീരാമചന്ദ്രന് അതുപോലെ ഒരമ്മയാണ് ലഭിച്ചിരുന്നത്. ഒരു സ്ത്രീയുടെ ജീവിതചക്രം മകൾ, സഹോദരി, അമ്മ, മുത്തശ്ശി എന്നിങ്ങനെ കടന്നു പോകുന്നു. ഈ ഓരോ ഘടകവും ഒരു വലിയ കടമ കൂടിയാണ്. അത് ഭംഗിയായി നിർവഹിക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കണമെങ്കിൽ അവളുടെ മാതാപിതാക്കൾ പുത്രിയെ ഭാഗ്യധാരകമായി കാണുകയും അവളുടെ ജീവിതത്തിൽ നല്ല സംസ്കാരങ്ങൾ പകർന്നു നൽകുകയും ചെയ്യുന്നവരായിരിക്കണം. ദക്ഷിണ കോസലത്തിലെ രാജകുമാരിയായ കൗസല്യയെ നല്ല സ്ത്രീത്വമാക്കിയത് അവളുടെ ജന്മഗൃഹത്തിൽ നിന്ന് ലഭിച്ച സംസ്കാരമാണ്. ഉത്തര കോസലാധിപനായ ദശരഥന്റെ പത്നിയായി അയോധ്യയിലെ രാജ്ഞിയായി എത്തിയ കൗസല്യ ഒരു നല്ല ഭാര്യയ്ക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും തികഞ്ഞവളായിരുന്നു. അനപ്ത്യ ദുഃഖം അനുഭവിച്ചവർക്ക് സന്താനലബ്ധിക്കായി വസിഷ്ഠൻ മറ്റൊരു വിവാഹം കൂടിയാകാമെന്ന് പറഞ്ഞപ്പോഴും രാജ്യത്തിന്റെ പ്രജകളുടെയും ക്ഷേമത്തിനായി ആ തീരുമാനത്തെയും ശിരസ വഹിച്ചവളാണ് കൗസല്യ. പിന്നീട് കടന്നു വന്ന ദശരഥന്റെ സപത്നിമാരെ സ്വന്തം സഹോദരിമാരായി കണ്ടു സ്നേഹിക്കാനും കൗസല്യക്ക് കഴിഞ്ഞു. ഈ ഗുണങ്ങളെല്ലാം കൗസല്യക്ക് നൽകിയതാകട്ടെ സാക്ഷാൽ ശ്രീനാരായണ സ്വരൂപനായ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനെ പോലൊരു മകൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ അമ്മമാരും കൗസല്യയെ മാതൃകയാക്കേണ്ടതാണ്. അതിലൂടെ പുത്രനായാലും പുത്രിയായാലും അവരിൽ നല്ല ശീലങ്ങളുടെ വിത്തുകൾ പാകാനും അതിലൂടെ അവരെ രാഷ്ട്രാഭിവൃദ്ധിക്ക് പ്രാപ്തരാക്കുവാനും ഓരോ അമ്മമാർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാൻ ശ്രീരാമന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ പ്രസംഗം നിർത്തുന്നു. ജയ് ശ്രീരാം, ജയ് കൗസല്യ മാതാ.